പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായപ്പോൾ ഏതാനും നാളുകൾക്ക് മുൻപ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെ നൽകിയിരുന്നു. മാത്രമല്ല, ചില മാധ്യമങ്ങൾ വളരെ തെറ്റിദ്ധാരണാജനകമായ റിപ്പോർട്ടുകളും നൽകി. അതായത് വലിയ തോതിലുള്ള ഇന്ധനക്ഷാമം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കും, നമ്മുടെ പെട്രോൾ പമ്പുകളിൽ ആൾക്കാർ ക്യൂ നിൽക്കേണ്ടി വരും, പെട്രോൾ ബ്ലാക്കിൽ വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരും, നമ്മൾ വലിയ പ്രതിസന്ധിയിലാകും എന്നീ വാർത്തകളൊക്കെ തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതിൽ മലയാളത്തിൽ ഈ വാർത്തകളൊക്കെ തന്നെ പൊടിപ്പും തൊങ്ങലും വെച്ച് തെറ്റായ കാര്യങ്ങൾ, ഒന്നും അറിയാത്ത കാര്യങ്ങൾ തെറ്റിദ്ധാരണാജനകമായി കേന്ദ്ര സർക്കാരിനെതിരെ റിപ്പോർട്ട് ചെയ്ത മലയാള മാധ്യമമാണ് CPMൻ്റെ മുഖപത്രമായ ദേശാഭിമാനി. ദേശാഭിമാനി പറയുന്നത് 9-10 ദിവസത്തേക്ക് മാത്രമേ നമ്മുടെ കയ്യിൽ ഇന്ധനം സ്റ്റോക്കുള്ളൂ, അത് കഴിഞ്ഞാൽ ഇന്ത്യൻ ജനത നട്ടം തിരിയും എന്നാണ് ഈ വാർത്ത ദേശാഭിമാനി നൽകിയത്. ദേശാഭിമാനി ഈ വാർത്ത നൽകിയിട്ട് ഇന്ന് ഏതാണ്ട് 2 മാസത്തിന് അടുത്ത സമയമാകുന്നു. എവിടെയെങ്കിലും ഏതെങ്കിലും പെട്രോൾ പമ്പിൽ ആളുകൾ ക്യൂ നിൽക്കുന്നതോ നമ്മൾ പെട്രോളിനായിട്ടോ മറ്റോ നെട്ടോട്ടമോടുന്നതോ കണ്ടോ? ആകെയുണ്ടായ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഇന്ധന സിലിണ്ടറിന് ചെറിയ തോതിൽ ആദ്യഘട്ടത്തിൽ ക്ഷാമം നേരിട്ടു എന്നുള്ളതല്ലാതെ എന്തെങ്കിലും തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായോ? വാർത്തകൾ നൽകുമ്പോൾ അത് ജനങ്ങളെ ഭീതിപ്പെടുത്താൻ, ഭയപ്പെടുത്താനും തെറ്റായ രീതിയിൽ പാനിക് ആക്കാനുമുള്ള ശ്രമം അല്ല മാധ്യമങ്ങൾ നടത്തേണ്ടത്. ശരിയായ വാർത്തകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ധനക്ഷമത അല്ലെങ്കിൽ നമ്മുടെ ഇന്ധന സ്റ്റോക്ക് ഏറ്റവും വലിയ നിലയിൽ തന്നെയാണ്. അതായത് കാലങ്ങളോളം, ഇനിയിപ്പോൾ ഇന്ധനക്ഷാമം വന്നാലും കാലങ്ങളോളം നമുക്ക് ഇന്ധനത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചത്. തീർച്ചയായിട്ടും അതുതന്നെയാണ് സത്യവും. കാര്യങ്ങൾ മനസ്സിലാക്കാതെ ദേശാഭിമാനി ഇത്തരം തെറ്റായ വാർത്തകൾ, ഇന്ധനക്ഷാമമുണ്ടാകും തുടങ്ങിയ വാർത്തകൾ നൽകുന്നത് തീർച്ചയായിട്ടും അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. എണ്ണശേഖരം വെറും 10 ദിവസത്തേക്ക് മാത്രം എന്നാണ് ദേശാഭിമാനി വാർത്ത നൽകിയത്. യുദ്ധം തുടർന്നാൽ ഇന്ത്യയിൽ ഇന്ധനക്ഷാമം ഉണ്ടാകും. 2026 മാർച്ച് ആദ്യവാരം മുതൽ ഈ ദേശാഭിമാനി പോലെയുള്ള മാധ്യമങ്ങൾ അടിച്ചിറക്കിയ വാർത്തകളുടെ തലക്കെട്ടുകളായിരുന്നു ഇത്. ഇന്ത്യയുടെ പക്കൽ ആവശ്യത്തിലധികം എണ്ണയുണ്ടെന്നും രാജ്യത്ത് 74 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരമുണ്ടെന്നും പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിട്ടും ഈ പ്രചരണം കൂടുതൽ ശക്തമായി, തെറ്റായ പ്രചരണങ്ങൾ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. രാജ്യത്തിനെതിരെയാണ് അവർ നടത്തുന്നത് ഈ പ്രചരണങ്ങൾ എന്ന് പോലും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലായിട്ടും അത് വകവയ്ക്കാതെയായിരുന്നു അവരുടെ പ്രചരണം. ഇതിനിടയിലാണ് യുദ്ധത്തെ മുൻനിർത്തി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ 1 മാസത്തേക്ക് ഇന്ത്യക്ക് താൽക്കാലികമായി അമേരിക്ക അനുവാദം നൽകിയത് എന്ന പ്രസ്താവനയുമായി ട്രംപ് വന്നത്. ട്രംപിൻ്റെ കാഴ്ചപ്പാടിൽ 2025 ഓഗസ്റ്റ് മുതൽ അമേരിക്ക ആവശ്യപ്പെട്ടത് പ്രകാരം ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയിട്ടുണ്ട്. ഇതിനെ മുൻനിർത്തിയായിരുന്നു അമേരിക്കയെ പേടിച്ച് റഷ്യയിൽ ക്രൂഡ് വാങ്ങുന്നത് ഇന്ത്യ നിർത്തി. മോദി ഇന്ത്യക്ക് എല്ലാം അടിയറവ് വെച്ചു. ഇന്ത്യ ആരിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങണം എന്ന് അമേരിക്കയാണോ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞ് മാപ്രകളും ഇന്ത്യയിലെ മോദി വിരുദ്ധരും ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്കും ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയില്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്ക റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുന്നത് കൊണ്ട് അംബാനിക്കും റഷ്യയ്ക്കും മാത്രമേ കാര്യമുള്ളൂ, അല്ലാതെ ഇന്ത്യക്കാർക്കില്ല. അംബാനിക്കും നയാരിക്കും വേണ്ടി ബാക്കി ഇന്ത്യക്കാരെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന ക്യാപ്സ്യൂളും ഒക്കെ തന്നെ ഇവിടെ പടച്ചിറക്കപ്പെട്ടു. തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്ന രീതി, തെറ്റായ കാര്യങ്ങൾ വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതെന്തോ ആവട്ടെ, അമേരിക്കയുടെ തിട്ടൂരങ്ങളും ഭീഷണികളും കൊണ്ടൊന്നും ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയതേയില്ല. യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി മാസത്തിലും അന്താരാഷ്ട്ര ഏജൻസിയായ സെറയുടെ കണക്ക് പ്രകാരം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ തന്നെയായിരുന്നു രണ്ടാമത്. മാത്രമല്ല, ഇന്ത്യയുടെ ആകെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 21% റഷ്യയിൽ നിന്നുമായിരുന്നു. അങ്ങനെ യുദ്ധം തുടങ്ങി 10 ദിവസവും 100 ദിവസവും ഒക്കെ കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ ശേഖരം മാത്രം തീർന്നില്ല. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ അമേരിക്ക അനുവാദം നൽകിയെന്ന് ട്രംപിനാൽ പറയപ്പെടുന്ന 30 ദിവസവും എന്നോ തീർന്നു. പക്ഷേ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി മാത്രം നിന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ട ക്രൂഡ് ഓയിലിൻ്റെ 50% മേൽ ഇറക്കുമതി ചെയ്യുന്നതും റഷ്യയിൽ നിന്നാണ്. ഈ സത്യങ്ങൾ വളച്ചൊടിക്കുന്നു. ഇന്ത്യ ആർക്കും കീഴടങ്ങിയിട്ടില്ല. ഇന്ത്യക്ക് ആവശ്യമുള്ള സാധനം ഇന്ത്യ ആവശ്യമുള്ളിടത്ത് നിന്ന് ഇഷ്ടമുള്ളത്രയും വാങ്ങും. അത് റഷ്യയിൽ നിന്നായാലും ശരി, വേറെ ഏത് രാജ്യത്തു നിന്നായാലും ശരി, ചൈനയിൽ നിന്നായാലും ശരി,
അമേരിക്ക പറയുന്നത് കേട്ടങ്ങനെ തുള്ളുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്നുള്ള സാമാന്യ ബോധം പോലുമില്ലാത്ത മാധ്യമങ്ങളാണ് ഈ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു വിടുന്നത്. ഇന്ന് ഇന്ത്യയുടെ ഇന്ധനത്തിൻ്റെ ആ ഒരു ശേഖരമൊക്കെ തന്നെ വളരെയധികം കരുതൽ ശേഖരം നമുക്കുണ്ട്. നമുക്ക് നമ്മുടേതായ രീതികളുണ്ട്, വിപണന വ്യാവസായിക രീതികൾ ഉണ്ട്. നമുക്ക് എത്രയോ ദശലക്ഷക്കണക്കിന് ലിറ്റർ ടൺ ഇന്ധനം നമുക്കൊരു ദിവസം വേണം. അതൊക്കെ തന്നെ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യഥേഷ്ടം എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ നടന്നു പോകുന്നു. ഇപ്പോൾ വാണിജ്യ ഗ്യാസ് സിലിണ്ടറിൻ്റെ ക്ഷാമവും തീർന്നു. മാത്രമല്ല ഹോർമുസ് കടലെടുക്ക് വഴി ഇന്ത്യൻ കപ്പലുകൾ ധാരാളമായി ക്രൂഡ് ഓയിലും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാ മേഖലകളിലും വളരെ സജ്ജീകൃതമായ ഒരു രീതിയിൽ നമ്മുടെ ഇന്ധന ശേഖരവും ഇന്ധനക്ഷമതയും ഒക്കെ തന്നെ മുമ്പോട്ട് പോവുകയാണ്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും രാജ്യത്തിന് എതിരെ അവ തൊടുത്തുവിടുകയും ഒക്കെ ചെയ്യുന്ന മാധ്യമങ്ങൾ, ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങൾ മാത്രം ഇളിഭ്യരായി, വിശ്വാസമില്ലാത്തവരായി, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള ആ ഒരു ബോധ്യം മനസ്സിലായോ എന്തോ. എന്തായാലും നിങ്ങളെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ജനങ്ങൾ വീണ്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു.